ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കർണാടക സ്റ്റേറ്റിലെ ഒരു ബൂത്രയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൈബൽ ഡ്രേപ്പാണ് ചെയ്യുന്നത്. ബെല്ലാരി ബിജാപ്പൂരിലൊക്കെയാണ് ഈ ഒരു ഡ്രേപ്പിംഗ് കണ്ടുവരുന്നത്. അത്ര ഫേമസ് അല്ല, എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാരി നമ്മുടെ പുറകിൽ കൂടെ എടുത്തിട്ട് നമ്മുടെ വലത്ത് ഭാഗത്തായിരിക്കണം മേജർ പോർഷൻ സാരിയും വരേണ്ടത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ചൊരു 1.5 മീറ്റർ സാരി ഇങ്ങനെ വിട്ടിട്ട് നമ്മുടെ ബോഡിയുടെ നടുക്കായിട്ട് നല്ലൊരു നോട്ട് ഇടാം. ഈ സാരിക്ക് അണ്ടർസ്കേർട്ടിൻ്റെ ആവശ്യമില്ല. അണ്ടർസ്കേർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കച്ച സ്റ്റൈലിലാണ് ഈ സാരി ഡ്രേപ്പ് ചെയ്യുന്നത്. നല്ല ടൈറ്റായിട്ട് ഒരു നോട്ട് ഇടാം. ഈ നോട്ടുമ്മലാണ് സാരി ഉള്ളത്, അതുകൊണ്ട് നല്ല ടൈറ്റായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഫാബ്രിക് ഇല്ലേ, അത് നമ്മുടെ കാലിനിടയിൽ കൂടെ എടുത്തിട്ട് ജസ്റ്റ് പുറകിലേക്ക് കൊണ്ടുവന്നിട്ട് സാരിയുടെ ഒരറ്റം ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ടക്കിങ് ചെയ്യുക. അപ്പോൾ ബാക്കി ഫാബ്രിക് ഇതേപോലെ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡിലും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ടക്കിങ് ചെയ്തത് ശക്തിയല്ലാത്തത് കൊണ്ട് അഴിഞ്ഞുപോയി, കുഴപ്പമില്ല. രണ്ടാമതൊന്നും കൂടെ ടക്കിങ് ചെയ്താൽ മതി. വി ഓൾ മേക്ക് മിസ്റ്റേക്സ്. അപ്പോൾ റൈറ്റ് സൈഡിലും ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. മേജർ പോർഷൻ സാരി നമ്മുടെ കാലിനിടയിൽ കൂടെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് പുറകിലൊന്ന് ടക്ക് ചെയ്തിട്ട് അതിൻ്റെ പല്ലുവാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പല്ലു വളരെ സിമ്പിളാണ്. കൈ കൊണ്ടൊന്ന് ഞൊറിഞ്ഞെടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ഇടത്തെ ഷോൾഡറിലേക്ക് ഇടുക. ഓൾമോസ്റ്റ് കഴിഞ്ഞു നമ്മുടെ സാരി ഡ്രേപ്പിംഗ്. എന്നിട്ട് അത് ബോഡിയുടെ പുറകിൽ കൂടെ ചുറ്റിയെടുത്തിട്ട് ബാക്കി നമ്മൾ നേരത്തെ കുറച്ച് ഫാബ്രിക് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഈ പല്ലുമായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു നോട്ട് ഇടുക. ഈ നോട്ട് ഇടാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ആക്ച്വലി ഈ സാരി ഒരു 7 മീറ്റർ ഫാബ്രിക് കൊണ്ടാണ് ഡ്രേപ്പ് ചെയ്യേണ്ടത്. എൻ്റെ 7 മീറ്റർ നീളമുള്ള സാരി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉള്ള സാരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്കൊരു സ്ട്രഗിൾ പോലെ തോന്നുന്നത്. അപ്പം പല്ലു എടുത്തിട്ട് ബാക്കി ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഫാബ്രിക്കും എടുത്തിട്ട് നല്ല ഒരു ബട്ടർഫ്ലൈ നോട്ട് ഇടുക. ഇപ്പോൾ 7 മീറ്റർ സാരി കൊണ്ട് ചെയ്യുവാണെങ്കിൽ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ സാരിയുടെ ഈ സാരി ഇപ്പോൾ ഒരു 6.5 മീറ്റേഴ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്. നന്നായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഭംഗിയായിട്ട് ഒരു ബട്ടർഫ്ലൈ നോട്ട് ഇടാം. അപ്പോൾ നല്ല രസത്തിലൊരു ബോ വെച്ചതുപോലെ ഉണ്ടാവും സൈഡിൽ. ആക്ച്വലി ഇത് ഒരു വാരിയർ പ്രിൻസസിൻ്റെ ഒരു സ്റ്റൈലായിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മൾ ഓടിച്ചാടി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴൊക്കെ ഇതേപോലെ സാരി ഉടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും. ഈ ട്രൈബിലത്തെ സ്ത്രീകളും ഇങ്ങനത്തെ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫിസിക്കൽ ലേബർ വർക്ക്സ് ഒക്കെ വരുമ്പോഴാണ് ഈ ഒരു ഡ്രേപ്പ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇൻ്റർനെറ്റ് പറയുന്നത്. ഞാൻ ഈ സാരിയുടെ കൂടെ വേറെ ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. എനിക്കൊരു വാരിയർ പ്രിൻസസ് വൈബാണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഒരു ഫൈറ്റിനൊക്കെ പോകാനുള്ള ഒരു മൂഡാണ് ഈ സാരി എടുത്തപ്പോൾ വന്നത്. പിന്നെ അതിൻ്റെ ആ ബോ പോർഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് താഴെ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.